4-5 മാസങ്ങൾക്ക് മുന്നേ സ്റ്റാർ സീനിയ മേടിച്ച് അൺബോക്സ് ചെയ്യുന്നതും അതിന് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതിൽ നിന്ന് ഒരുപാട് പ്ലാൻസ് ഒന്നും ഇതുവരെ ഉണ്ടാക്കി എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ അന്ന് മേടിച്ച മദർ പ്ലാന്റ് തന്നെയാണ് ഇപ്പോഴും നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റീപോർട്ട് ചെയ്യുമ്പോൾ നശിച്ചു പോവുകയാണേ പതിവ്. ഇപ്പോൾ എന്തായാലും കുറച്ച് പ്ലാന്റ്സ് ഞാൻ റൂട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് അതിനെല്ലാം നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി നടണേ. എവിടെ നടാൻ പോകുന്നതെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ട കുറച്ച് കരിയില കമ്പോസ്റ്റ് എടുക്കാം. കരിയില കമ്പോസ്റ്റിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. കരിയില കമ്പോസ്റ്റ് മാത്രമല്ല, കുറച്ച് മണ്ണും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കരിയില കമ്പോസ്റ്റിനകത്തൊക്കെ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ചെന്ന് പിടിക്കുമ്പോൾ നല്ലതായിട്ട് സൂക്ഷിക്കണം. കാരണം പാമ്പിൻ്റെ ശല്യം ഇപ്പം നന്നായിട്ടുണ്ടല്ലോ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടിപ്പോൾ ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ജസ്റ്റ് കമ്പൊക്കെ കൊണ്ടുവന്ന് തട്ടിയതിന് ശേഷമൊക്കെയാണ് എടുക്കുന്നത്. കൈകൊണ്ട് വാരി എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ മണ്ണ് കോരുന്ന ആ കരണ്ടി കൊണ്ടാണ് എടുക്കുന്നത്. കരിയില കമ്പോസ്റ്റിൽ എപ്പോഴും തണുപ്പൊക്കെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണേ. അപ്പം നമ്മൾ റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാർ സീനിയൊക്കെ നടാൻ പോകുന്നത് ഈ പാത്തിയുടെ മേലാണേ. പാത്തി നമ്മൾ 2 പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കുറേ നാളായി പാത്തി ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഒരുപാട് പ്ലാന്റ്സ് ഞാൻ ഇതിനകത്ത് മാറി മാറി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പാത്തിയിൽ നന്നായിട്ട് വെയിലടിക്കേ. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പിടിച്ചു വരുമ്പോൾ അതങ്ങ് കരിഞ്ഞു പോവാറാണ് പതിവ്. എന്തായാലും ഒരു പരീക്ഷണാർത്ഥം 2-3 ദിവസം മുന്നേ ഞാൻ ഇതിനകത്ത് റൂട്ട് പിടിപ്പിച്ച ഒരു പെറ്റൂണിയയും നമ്മുടെ സ്റ്റാർ സീനിയും ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ഈ വെയിലൊക്കെ ഓവർകം ചെയ്ത് സർവൈവ് ചെയ്ത് വരുന്നത്, ആ പ്ലാന്റിനെ ഇതിനകത്ത് നിറച്ച് നടാന്ന് വെച്ചിട്ടാണേ. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തായാലും 2 പ്ലാന്റും അതിനകത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തീരുമാനം ഇതിനകത്ത് നിറച്ച് നമുക്ക് സ്റ്റാർ സീനിയ വെച്ച് കൊടുക്കാമെന്നാണ്. ഞാൻ ആദ്യം കാണിച്ച ആ ഓറഞ്ച് കളർ സ്റ്റാർ സീനിയ അതങ്ങനെ ഒരു ചട്ടി നിന്നിട്ട് തന്നെ നിറയെ പൂക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാത്തി നിറച്ച് ഇതുപോലെ ഓറഞ്ച് കളർ പൂക്കൾ പിടിച്ച് കിടന്ന കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പം നമുക്കിതിനെല്ലാം ഒരുമിച്ച് ഇങ്ങനെ നട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കരിയില മുകളിൽ ഇട്ടിട്ട് അതിനകത്താണ് നമ്മൾ അന്ന് ട്രയലായിട്ട് വെച്ച പെറ്റൂണിയയും സ്റ്റാർ സീനിയും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നതേ. അതുപോലെ തന്നെ നടാന്ന് വെച്ചിട്ടാണ് കരിയില കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പാത്തിയിൽ ഓൾറെഡി മണ്ണ് കുറച്ചുണ്ട്. അതെല്ലാം ഞാൻ വൃത്തിയാക്കി പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവേ. അന്ന് നല്ല വെയിലായിരുന്നു. അതുകൊണ്ടാണ് കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുത്തത്. കരിയില കമ്പോസ്റ്റ് ഇട്ട് നട്ടപ്പോഴാണല്ലോ നമുക്ക് സക്സസ് ആയി കിട്ടിയത്. അപ്പോൾ റൂട്ട് പിടിപ്പിച്ച സ്റ്റാർ സീനിയെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. നമുക്ക് പതുക്കെ ആ പേപ്പർ ഗ്ലാസ്സിനകത്ത് നിന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നട്ട് കൊടുക്കാം. മണലാണേ റൂട്ട് പിടിപ്പിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗാർഡനിൽ ഈ സ്റ്റാർ സീനിയ മാത്രം മതിയാകും കേട്ടോ നമ്മുടെ ഗാർഡനെ നല്ല മനോഹരമാക്കാനായിട്ട്. നിറയെ പൂക്കളാണ്. ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിന് അധികം വെള്ളം വേണ്ട എന്നാണ് പറയുന്നത്. നല്ല വെയിലുള്ള ഏരിയയിലാണ് നമ്മുടെ ആ മദർ പ്ലാന്റ് ഇരിക്കുന്നത്. ഞാൻ ദിവസത്തിൽ 1 നേരം മാത്രമേ നനയ്ക്കാറുള്ളൂ കേട്ടോ. നമ്മൾ ഈ പേപ്പർ ഗ്ലാസ്സിൽ ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ റൂട്ട് പിടിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ അതങ്ങ് പെട്ടെന്ന് വെള്ളത്തിൽ കൊന്നിട്ട് അതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ പേപ്പർ ഗ്ലാസ് ഒക്കെ കീറിയാണ് ഞാൻ എടുത്തത്. അങ്ങനെ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നട്ടേക്കുന്നത്. എന്നിട്ട് ഈ റൂട്ട് പിടിപ്പിച്ച ഒരു 2-3 പ്ലാന്റ് ഞാൻ വേറെ പോട്ടിൽ നടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ട്രയൽ നോക്കാനായിട്ട് നട്ട നമ്മുടെ വൈറ്റ് പെറ്റൂണിയ ഞാൻ അതിനകത്തുനിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അതും കൂടി അതിനകത്തങ്ങ് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണേ. ആ ഓറഞ്ച് കളറിൻ്റെ പൂക്കളുടെ ഇടയ്ക്ക് ഈ വൈറ്റ് കളർ പൂക്കളും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമല്ലോ. എന്തായാലും അതിനെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ലേ. കസേരയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഈ പാത്തിയിൽ ചെടികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അവരെല്ലാം അങ്ങോട്ട് തിരിച്ച് പറക്കി വെക്കാവേ. ഈ പ്ലാന്റിൻ്റെ പേരെന്തായിരുന്നൊന്നും എനിക്ക് ശരിക്കും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പെൻഡാസ് എന്നാണോ? അല്ല, പെൻഡാൻ, ശരിക്കും മറന്നുപോയി. എനിക്ക് ആ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സ്റ്റാർസിനെ ഇങ്ങനെ നിറച്ച് പൂത്തിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നോ. എന്തായാലും എല്ലാവരും ഗാർഡനിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനിയും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് ഈ 2 കളർ മാത്രമേ നിലവിലുള്ളൂ. ഈ ഓറഞ്ച് കളറിലാണ് എപ്പോഴും നിറച്ച് പൂക്കൾ ഉണ്ടാവാറുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടം കൂടുതൽ ഈ ഓറഞ്ച് കളറിനോടാണ്. അപ്പോൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നതും ഈ പ്ലാന്റിനോടാണെന്ന് തോന്നുന്നു. എനിവേ അതുകൊണ്ടാണോ എന്നറിയില്ല, മറ്റേ പ്ലാന്റ് അധികം പൂക്കൾ ഉണ്ടാകാറേ ഇല്ല കേട്ടോ.
അങ്ങനെ എന്തായാലും അധികം വെള്ളം വേണ്ടാത്ത സ്റ്റാർസിനെ നമ്മൾ പാത്തിയിലേക്ക് നട്ട് കഴിഞ്ഞ് മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഈവനിങ് മഴ പെയ്യാറുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഡേ ടൈമിൽ വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം സ്റ്റാർസിനേക്ക് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറിച്ച് നീറ്റാക്കിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് മഴയാകുകയാണെങ്കിൽ ഇതെന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഈ പ്ലാന്റിനെ മാറ്റി പോട്ടിലേക്ക് നടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. സ്റ്റാർസീനെ വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ ഈ പാത്തിയിൽ നിർത്തുന്നത് കൊണ്ട് സേഫ് ആയിരിക്കുമോ അതോ വേറെ പോട്ടിലേക്ക് മാറ്റണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ.